ശ്രീ ജേക്സി തോമസ്, ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞില്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന പുഷ്പനെ അറിയാമോ എന്ന പാട്ട് കേൾക്കുന്ന ഏത് ഇടതുപക്ഷ അനുഭവമുള്ള ആളും ഒരുപക്ഷെ പുറത്ത് കരഞ്ഞില്ലെങ്കിലും ഉള്ളിൽ രണ്ടു തുള്ളി കണ്ണുനീർ പൊഴിക്കും. കൂത്തുപറമ്പ് എല്ലാ കാലത്തെയും വൈകാരിക വിഷയമാണ്. SFIയുടെയും DYFIയുടെയും എല്ലാ കാലത്തെയും മുദ്രാവാക്യങ്ങൾ കൂത്തുപറമ്പ് രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിക്കാതെ ഒരു പരിപാടികളും തീർന്നു പോകാറില്ല, കഴിഞ്ഞു പോകാറില്ല. അങ്ങേയറ്റം വൈകാരികമാണ്. അത് കണ്ണൂർ മാത്രമല്ല, കേരളമൊട്ടാകെയുള്ള ഇടതുപക്ഷ മനസ്സുകളിൽ വൈകാരികമായി കൂത്തുപറമ്പും പുഷ്പനും നിൽക്കുന്നുണ്ട്. ആ വൈകാരികതയെ തൃപ്തിപ്പെടുത്താൻ മതിയാകുമോ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നതും പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറയുന്നതും മുഖ്യമന്ത്രി പറയുന്നതും ഒക്കെ ആ വൈകാരികതയെ തൃപ്തിപ്പെടുത്താൻ ഈ കോടതി കുറ്റമുക്തിയതല്ലേ എന്ന് തികച്ചും സാങ്കേതിക കാരണം മതിയാകുമോ? ജേക്സി തോമസ്. അങ്ങയുടെ ചോദ്യത്തിൻ്റെ പ്രസക്തമായ ഒരു ഭാഗം 3 പതിറ്റാണ്ടോളം വെടിയുണ്ടകളെ ശരീരത്തിൽ ഏറ്റുവാങ്ങേണ്ട വന്നിട്ടും മരണത്തിന് കീഴടങ്ങാതെ ജീവിച്ച മെഡിക്കൽ സയൻസിൻ്റെ അത്ഭുതമായിരുന്ന സഖാവ് പുഷ്പനെ സംബന്ധിച്ചുള്ളതാണ്. സഖാവ് പുഷ്പനെ മുൻനിർത്തി കൂത്തുപറമ്പിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്ന 6 സഖാക്കൾ അവരുടെ ജീവത്യാഗം അതിനെ തള്ളിപ്പറഞ്ഞോ, അതിനെ വെതാവിലാക്കിയോ? ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നു കോൺഗ്രസ് പ്രതിനിധിയുടെ ആകവാദം. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. അതിനെ കൂടെ അടിസ്ഥാനമായി സ്വീകരിച്ചുകൊണ്ടായിരിക്കാം അങ്ങ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമ്മൾ ഈ ചർച്ച ഇത്തരമൊരു കാര്യം പ്രധാനപ്പെട്ട വിഷയമായി ഏറ്റെടുക്കാൻ കാരണം DGP നിയമനത്തിൻ്റെ പശ്ചാത്തലം കൂടെയാണ്. ഇപ്പോൾ സഖാവ് പുഷ്പനെയും കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെയും വെടിവെച്ച് കൊലപ്പെടുത്താൻ നേതൃത്വമായ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വൃന്ദമുണ്ട്, അതിന് നേതൃത്വം നൽകിയവരുണ്ട്. അതിനെതിരെ അവർക്കെതിരെ അതിശക്തമായ നിലപാട് CPIM സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ വെടിവെപ്പ് നടത്താൻ തങ്ങളെ കരുവാക്കി തീർത്ത രാഷ്ട്രീയ തീരുമാനമെടുത്ത കേരളത്തിലെ ചെറുപ്പക്കാരെ കൂട്ടക്കൊല നടത്തിയ ഒന്നാമത്തെ പ്രതിയുണ്ട്. ആ ഒന്നാമത്തെ പ്രതി അങ്ങേ സൂചിപ്പിച്ച പേരുകാരാരുമല്ല. ഹക്കീം ബത്തേരിയും TT ആന്റണിക്കും അപ്പുറം നിരായുധരായ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സംഘത്തിന് നേരെ വെടിവെച്ച് കൊന്നുകളഞ്ഞ് ആ സമരത്തെ അടിച്ചമർത്താം എന്ന് കേരളത്തിൽ തെറ്റായ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ മനുഷ്യത്വ വിരുദ്ധരുടെ അധമ രൂപമാണ് കേരളത്തിലെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അവരുടെ ഉത്തരവിനെ ശിരസ വഹിക്കാൻ അന്നത്തെ DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയും അന്നത്തെ ADMO ജില്ലാ കളക്ടറോ ഡെപ്യൂട്ടി കളക്ടറോ പോലും അല്ലാതിരുന്ന മറ്റൊരു പ്രദേശത്ത് നിന്ന് ഹൗസിങ്ങിൻ്റെ ചുമതലയിൽ മാത്രമുണ്ടായിരുന്ന ഡെപ്യൂട്ടി കളക്ടറായി അങ്ങോട്ടേക്ക് വന്ന TT ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് അസാധാരണമായ വിധേയത്വത്തോടുകൂടെ, ഒരു അടിമ മനോഭാവത്തോടുകൂടെ ആ കോൺഗ്രസ് ഉത്തരവിനെ നടപ്പിലാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അവരോട് ഞങ്ങൾക്ക് വിമർശനമുണ്ടായിരുന്നു. ഇവരെയൊക്കെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ ഈ 6 ചെറുപ്പക്കാർ നിരായുധരായവരെ വെടിവെച്ച് കൊന്നുകളയാൻ കേരളത്തിൽ നടത്തപ്പെട്ട രാഷ്ട്രീയ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസ് എപ്പോഴെങ്കിലും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷികളെക്കുറിച്ചും പുഷ്പനെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പറയുന്നു. ഞാൻ ഒറ്റ വാചകം പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. സഖാവ് പുഷ്പൻ മരണപ്പെടുന്നതിലല്ല ആണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം അനുവദിച്ചൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു, സ്വാശ്രയ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ കേരളത്തിൽ ഇത്തരം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സഖാവ് പുഷ്പന്റെ പ്രതികരണം താല്പര്യമുള്ളൊരു വാർത്താ വിഭവമായിരുന്നു. പക്ഷേ ഏതു ഘട്ടത്തിലും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, ഈ വിഷയങ്ങളിലാകെ കേരളത്തിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ വിശേഷി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ CPM സ്വീകരിച്ച നിലപാടാണ് ശരി എന്ന് പറയുന്നതോടുകൂടെ കണ്ണൂർ ജില്ലയിലെ പാനൂരിന് സമീപം പുതുക്കുടിയിലുള്ള തൻ്റെ വീട് കേരളീയ മാധ്യമങ്ങൾക്ക് ഒരു ഇഷ്ട വിഷയമേ അല്ലാതായി മാറി. അതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീട് ഒരു മാധ്യമ പ്രവർത്തകരും ഒരു മാധ്യമ സ്ഥാപനവും ഇടതുപക്ഷ വിരുദ്ധത ഭക്ഷിച്ച് പ്രവർത്തനം നടത്താൻ ആഗ്രഹിച്ച ഒരാളും സഖാവ് പുഷ്പനെ തേടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സംബന്ധിച്ചും പുഷ്പനെ സംബന്ധിച്ചും ഒക്കെ വാചാലരാകും. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പരിഭവമുണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ വാചാലരാകുമ്പോൾ അവരെ വെടിവെച്ച് കൊന്നുകളഞ്ഞ, മെഡിക്കൽ സയൻസിന് അത്ഭുതമായി 3 പതിറ്റാണ്ട് കാലം നമ്മുടെ മുമ്പിൽ ജീവിച്ച, അവരെ മൃതപ്രായരാക്കിയ കോൺഗ്രസ് കാട്ടാളത്തത്തെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ നരാധമത്വത്തെ സംബന്ധിച്ച് ഇനിയും മാപ്പ് പറയാൻ തയ്യാറാകാത്ത മനുഷ്യത്വം വേണം ഇത്തരം ചർച്ചകളിലേക്ക് കടന്നു വരാൻ. MV രാഘവനെ അപലപിക്കാൻ ജേക്സി തോമസ് തയ്യാറുണ്ടോ? ഈ 2 ദിവസങ്ങളായി ഉയർന്നു വരുന്ന ചർച്ചയാണ്. എന്തുകൊണ്ടാണ് MV രാഘവനെ മറന്നുപോകുന്നത് ജേക്സി തോമസ്? ഞാൻ പറഞ്ഞ UDF നേതൃത്വം ശരി, പക്ഷേ അവിടെ താങ്കൾ പറയേണ്ട ഒന്നാം പ്രതിയൊക്കെ നിർത്തേണ്ടത് ആരാണ്? MV രാഘവനാണ്. MV രാഘവൻ മരിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനക്കുറിപ്പ് എങ്ങനെയാണ്? ധീരോദാത്തമായ ഒരു ഏട് എന്നുള്ളതാണ്. എങ്ങനെയാണ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ കുലംകുത്തി എന്നും കുലംകുത്തിയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ MV രാഘവൻ മരിച്ചപ്പോൾ അത് വിപ്ലവ രാഷ്ട്രീയ ചരിത്രത്തിലെ ധീരോദാത്തമായ ഏടാണ്. കടുത്ത CPM വിരുദ്ധത മാറി CPM അടുക്കുന്ന കാലഘട്ടത്തിലാണ് വേർപാട് എന്ന അനുശോചനക്കുറിപ്പ് എഴുതിയ ആളുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. അതേ MVRന്റെ പുത്രന് സീറ്റ് പാർട്ടി ടിക്കറ്റ് നൽകി മത്സരിച്ച പാർട്ടിയുടെ പേര് CPM എന്നാണ്. അപ്പോൾ താങ്കൾ UDF പറഞ്ഞോളൂ, പക്ഷേ MV രാഘവനോട് കൂടി പറയണം ആ കൂട്ടത്തിൽ. ഒന്നാം പ്രതി രാഘവനാണ് അങ്ങനെയാണെങ്കിൽ.
തീർച്ചയായിട്ടും അങ്ങയുടെ ആവശ്യം കൊള്ളാം, പക്ഷെ അതിവിടെ നടപ്പിലാകില്ല. കാരണം എന്താണ്? കാരണം അങ്ങ് രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നതിൻ്റെ മാനകമായിരിക്കാം അങ്ങയുടെ ചോദ്യത്തിൽ മുഴച്ചു നിന്നിട്ടുണ്ടാവുക. അങ്ങയുടെ ചോദ്യം ഒരു 4-5 തവണ ആവർത്തിച്ച് MVR സംബന്ധിച്ചുള്ളതായിരുന്നു. ഞാൻ ആ ചോദ്യത്തിൽ ഇടപെട്ടില്ല. അതേ മര്യാദ എൻ്റെ ഉത്തരത്തോടും കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ 2-3 ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. വ്യക്തിയധിഷ്ഠിതമായിട്ടാണോ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത്? ഓരോരുത്തരുടെയും താല്പര്യമാണ്. അങ്ങേക്ക് അങ്ങനെ ആവാം, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്കെന്ന് വെച്ചാൽ വിശാലമായ അർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളും വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്. അങ്ങയുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ, അല്പവർഷങ്ങൾക്ക് പുറകിലാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്ര വർഗീയ കലാപത്തിൽ കൂട്ടക്കൊലയുടെ പ്രതീകമായി ഇന്ത്യയിൽ ആഘോഷിക്കപ്പെട്ട കുപ്രസിദ്ധിയാർജിച്ച ചിത്രം അശോക് മോച്ചിയുടെ ഇതായിരുന്നു. RSSന്റെ പ്രചാരകനായ അശോക് മോച്ചി ആയുധവും തൃശൂലവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അട്ടഹാസത്തോടുകൂടെ ചിരിക്കുന്ന ചിത്രം ഗുജറാത്ത് കലാപത്തിലെ കുപ്രസിദ്ധിയാർജിച്ച ചിത്രമാണ്. അല്പവർഷങ്ങൾക്ക് പുറകിൽ വടക്കേ മലബാറിൽ മതനിരപേക്ഷ കേരളത്തിന്റെ കണ്ണായ കണ്ണൂരിൽ ഈ അശോക് മോച്ചിയും ഗുജറാത്ത് കലാപത്തിലെ ഇരകളുടെ എക്കാലത്തെയും പ്രതീകമായ കുത്തബ്ദീൻ അൻസാരിയും ഒരുമിച്ച് കൈകൾ കോർത്തു പിടിച്ചു ഒരു മതനിരപേക്ഷ സംഗമത്തിൽ. അശോക് മോച്ചി ആരാണ്? കൂട്ടക്കൊലയുടെ പ്രതീകമാണ്. കുത്തബ്ദീൻ അൻസാരി ആരാണ്? ഗുജറാത്ത് വംശഹത്യയിലെ ഇരകളുടെ പ്രതീകമാണ്. കൂട്ടക്കൊലയുടെ പ്രതീകവും ഇരകളുടെ പ്രതീകവും കൊലയാളികളുടെ പ്രതീകവും കൊല്ലപ്പെട്ടവരുടെ പ്രതീകവും എങ്ങനെയാണ് കൈകൾ കോർത്തത്? തോമസ് അങ്ങ് പറഞ്ഞ് ന്യായീകരിച്ചു പോകുന്നത് എവിടെയാണ്? കൂത്തുപറമ്പ് സമരത്തിന്റെ കാരണമായി ജയിക്ക് തന്നെ പറയുന്നത് എന്താണ്? ഡിവൈഎഫ്ഐ ഇപ്പോൾ പറയുന്നത് എന്താണ്? അന്നിപ്പോൾ സ്വാശ്രയ കോളേജിൽ ഇന്നിപ്പോൾ പറയുന്നത് എന്താണ്? ഇന്നിപ്പോൾ പറയുന്നത് ഈ പറയുന്ന പരിയാരത്തെ സർക്കാർ ഭൂമിയിലെ സഹകരണ സ്ഥാപനം MV രാഘവൻ അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്താക്കാൻ നോക്കിയെന്നല്ലേ പറയുന്നത്? 5 പേരുടെ 6 പേരുടെ ജീവത്യാഗത്തിന് കാരണമായ ആളുടെ പേര് MV രാഘവൻ എന്നല്ലേ? MV രാഘവൻ എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരുന്നില്ലേ അവിടെ ആ പോരാട്ടം അത്രയും ഉണ്ടായത്? ഡിവൈഎഫ്ഐയുടെ പുതിയ നിലപാട് പ്രകാരം ആ MV രാഘവനെ മാറ്റി നിർത്തി UDF മാത്രം കുറ്റപ്പെടുത്തിയ ആൾക്കാർ ചിരിക്കില്ലേ? എന്നിട്ട് മോച്ചിയെ പറ്റി പറഞ്ഞ ആൾക്കാർ ചിരിക്കില്ലേ? ജയിക്കേ, അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ഇടപെടുമെന്നതിന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങയുടെ ചോദ്യത്തിൽ ഇടപെടാതിരിക്കാൻ ഞാൻ കാണിച്ച ഒരു ഔചിത്യം, ഒരു മര്യാദ എൻ്റെ മറുപടിയിൽ തിരികെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് എനിക്ക് പറയേണ്ട വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, മതനിരപേക്ഷ രാഷ്ട്രീയം പോലെ നിലപാടുകളാണ് രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത്, വ്യക്തിയല്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന MVR അദ്ദേഹത്തിന്റെ ജീവിതാവസാന കാലയളവിൽ അദ്ദേഹം CPIMുമായി സഹകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എന്താണ് നമ്മൾ കാണേണ്ടത്? ഇപ്പൊ അങ്ങ് ചോദിച്ചു, ഈ കൃത്യത്തിന് നേതൃത്വം നൽകിയ ആളെന്ന നിലയിൽ MVRനെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താതിരിക്കാനാകുമോ? അങ്ങനെയാണെങ്കിൽ സഖാവ് കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയ കേസിൽ മരണമൊഴി പ്രകാരം 1-ാം പ്രതി പദവി അലങ്കരിച്ചിരുന്നയാൾ അഭിനവ നിലമ്പൂർ MLA പിതാവായിരുന്നില്ലേ? അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടെ UDFനെ തോൽപ്പിച്ച് നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നും കേരള നിയമസഭാ അംഗമായി മാറിയില്ലേ? അവിടെ അപ്പോ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത്? അന്ന് EMS പറഞ്ഞ വളരെ പ്രസിദ്ധമായ തെറ്റാണ് ജയിക്കെ. നിങ്ങൾ സഖാവ് കുഞ്ഞാലിയുടെ ഓർമ്മകൾ ഉള്ളിൽ പേറുന്ന വിപ്ലവീരം പേറുന്നുവെങ്കിൽ അതിന്റെ കൊലയാളി എന്ന് നിങ്ങൾക്ക് സംശയമുള്ള ആളെ നിങ്ങളുടെ ക്യാമ്പിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ ജയിപ്പിച്ചെങ്കിൽ തെറ്റാണ്. അതെങ്ങനെയാണ് ശരിയാവുക? അതിനെയാണോ നിലപാടെന്ന് പറയുന്നത്? അതിന് നിലപാടില്ലായ്മ എന്നല്ല പറയുന്നത്. അല്ല, എനിക്കൊരു വിരോധമില്ല കേട്ടോ. അങ്ങ് ഇങ്ങനെയാണ് തുടരാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അങ്ങയുടെ ഈ സംവാദം തുടരാം. എൻ്റെ സമയം കൂടെ എടുത്തുകൊണ്ട് അങ്ങേക്ക് ദീർഘമായ അങ്ങയുടെ പ്രസിദ്ധമായ ശൈലി തുടരാം. ഞാനില്ല, എന്നെ അങ്ങ് ഒഴിവാക്കിയത് ഞാൻ പറയുന്നു. കാരണം ഞാൻ അങ്ങോട്ട് 2 തവണ അഭ്യർത്ഥിക്കുന്നു മര്യാദയോടുകൂടെ. ദയവ് ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാൻ അങ്ങ് അവസരം നൽകണം. അങ്ങ് സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങ് ഇടപെടുകയാണ്. അങ്ങയുടെ ഏതോ ഏകമാനമായ പ്രഭാഷണ രൂപം എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. എനിക്കൊരു വിയോജിപ്പുമില്ല. അങ്ങയുടെ ശൈലി തുടർന്നു. എന്നെ അങ്ങ് ഒഴിവാക്കിയത് എൻ്റെ സമയം കൂടെ എടുത്ത് അങ്ങേക്ക് ഞങ്ങളെ വർഷിക്കാനോ അപഹസിക്കാനോ കുറ്റപ്പെടുത്താനോ ഉള്ള വിശാലമായ ജനാധിപത്യ അവകാശം അങ്ങ് എത്ര വേണമെന്ന് എടുത്ത് പ്രയോഗിച്ചോ? ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ, ഒരു അനുഭവം വിശദീകരിക്കുമ്പോൾ, ചരിത്രത്തിലെ ഒരേട് വസ്തുതയോടുകൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് ഏകമാനമായ പ്രഭാഷണം എൻ്റെ ദേഹത്തേക്ക് അടിച്ചേൽപ്പിക്കുക. ആ പരിപാടി അങ്ങ് നടത്തിക്കോ, അങ്ങയുടെ ചാനൽ, അങ്ങയുടെ ആങ്കർ. പക്ഷേ എന്നെ അങ്ങ് ഒഴിവാക്കിയത്, എൻ്റെ സമയം കൂടെ അങ്ങെടുത്തു. എന്തുകൊണ്ടാണ് അതിനകത്ത് രാഷ്ട്രീയമായി ശരിയുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? അശോക് മോച്ചി മുതൽ ആര്യാടൻ മുഹമ്മദ് വരെയുള്ളവരെ ഞങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ഇവർക്കൊക്കെ രാഷ്ട്രീയമായി മതനിരപേക്ഷതയോടെ നിലപാടിൽ വ്യത്യസ്തതയുണ്ടായിരുന്നു. നിലപാടിലുള്ള രാഷ്ട്രീയമായ അന്ധതയാണ് ആര്യാടനെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയെ കൊല്ലിച്ചതും അശോക് മോച്ചിയെ കൊണ്ട് തൃശൂലമെടുത്ത് ഗുജറാത്തിലെ നിരപരാധികളെ കൊന്നുകളയിപ്പിച്ചതും. 2 പേരും ആ നിലപാട് വിട്ട് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ വ്യക്തിയല്ല നിലപാടാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ് അവരെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായത്. വർഗീയവാദി മതനിരപേക്ഷവാദിയാകുമ്പോൾ, തീവ്രവാദി മാനവികതയിലേക്ക് തിരികെ വരുമ്പോൾ വരണ്ട, നിങ്ങൾ അവിടെ നിന്നോ. അങ്ങനെയാണോ നമ്മൾ കാണേണ്ടത്? നിങ്ങൾ ഈ തറവാട്ടിലായിരുന്നപ്പോൾ, പണ്ട് ഇന്നയാളുടെ മകനായിരുന്നപ്പോൾ നിങ്ങൾ ഈ കൊലപാതകം ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് നീ ഒരിക്കലും മാനസ
മാനസാന്തരപ്പെടേണ്ട. അങ്ങനെയല്ല രാഷ്ട്രീയത്തെ കാണേണ്ടത്. അങ്ങേക്ക് കാണാം, ഞാൻ പറയുന്നു, അങ്ങനെയല്ല രാഷ്ട്രീയത്തെ കാണേണ്ടത്. രാഷ്ട്രീയം വ്യക്തി കേന്ദ്രീകൃതമല്ല. ആശയങ്ങളും നിലപാടുകളും തമ്മിലുള്ള സംവാദമാണ് അതിൽ ഉണ്ടാകേണ്ടത്. അതിൽ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കാൻ പ്രേരിപ്പിച്ചത് രാഷ്ട്രീയമാണെങ്കിൽ ആ കൊലപാതകത്തിന് പ്രേരിപ്പിച്ച രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് ഏതു ചെകുത്താൻ വന്നാലും അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നതാണ് ലോകമെമ്പാടും സ്വീകരിക്കേണ്ട മാനവിക രാഷ്ട്രീയം. ഇവിടെ അങ്ങ് ഓക്കെ, അല്ല നല്ല കാര്യമാണ്, അല്ല സ്നേഹരാഷ്ട്രീയമാണ്, നല്ല കാര്യമാണ്. അല്ല ഞാൻ അതിനോട് യോജിക്കുന്ന ആളാണ്. അല്ല നിതാന്തമായ വെറുപ്പും നിതാന്തമായ ശത്രുതയും വെച്ച് പുലർത്തുന്നതോട് എനിക്കും യോജിപ്പില്ല. സ്നേഹം ജയിക്കണം. ഞാൻ അങ്ങനെയൊക്കെ എത്താം, അടുത്തടുത്തെത്താം.